എല്ലാവർക്കും സ്വാഗതം. സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാൻ പോകുന്ന ഒരു ഭാഗം വളരെ ശക്തി നൽകുന്ന ഒന്നാണ്. അതെ, നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് നോക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന ശിലയാണല്ലേ? തീർച്ചയായും. ഞാനൊന്ന് വായിക്കാമല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. തുടർന്ന് പറയുന്നു, കാരണം ക്രിസ്തുയേശുവിൽ ജീവൻ നൽകുന്ന ആത്മാവിന്റെ നിയമം നിങ്ങളെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആദ്യത്തെ ആ വാചകം, ശിക്ഷാവിധിയില്ല, എന്തൊരു പ്രഖ്യാപനമാണത്! അതായത് ദൈവം നമ്മളെ ഇനി കുറ്റക്കാരായി കാണുന്നില്ല. അത് തന്നെ. നമ്മുടെ കഴിഞ്ഞകാല തെറ്റുകൾ, പോലായ്മകൾ, അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് ചിന്തിക്കുന്ന പോലെ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നലുകൾക്കൊന്നും നമ്മളെ കുറ്റം വിധിക്കാൻ ഇനിയൊരു അധികാരവുമില്ല. ശരിയാണ്. കാരണം ക്രിസ്തുവേശുവിലായിരിക്കുന്നവർക്ക് അതാണ് വ്യവസ്ഥ. അതെ, എന്തുകൊണ്ടാണ് ഈ ശിക്ഷാവിധി ഇല്ലാത്തത്? 2-ാം വാക്യം അതാണ് പറയുന്നത്. ക്രിസ്തുവേശുവിൽ ജീവൻ നൽകുന്നൊരു പുതിയ നിയമം വന്നിരിക്കുന്നു, ആത്മാവിന്റെ നിയമം. അപ്പോൾ ഇത് പഴയ നിയമം പോലെ അല്ല. പഴയ നിയമം നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു, അല്ലേ? പക്ഷെ അതിനൊരു പരിഹാരം തന്നില്ല. അത് പറഞ്ഞു, ഇതാണ് പാപം, ഇതിന്റെ ഫലം മരണമാണ്. പക്ഷേ ഈ ആത്മാവിന്റെ നിയമം അങ്ങനെയല്ല. ഇത് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ തരുന്നു, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് വെറുതെ ശിക്ഷ കിട്ടില്ല എന്നൊരു ഉറപ്പ് മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് തന്നെ ഒരു വിടുതലാണ്. കൃത്യം. അതായത് പാപം നമ്മളെ ഭരിക്കേണ്ട ആവശ്യമില്ല ഇനി. കാരണം ജീവൻ നൽകുന്ന ആത്മാവ് നമ്മളിലുണ്ട്. മരണം വാണിരുന്നിടത്ത് ഇപ്പോൾ ജീവനാണ്. യേശു വില നൽകിയെന്ന് മാത്രമല്ല, അവിടുന്ന് തന്നെ ആ വിലയായി മാറി. അതെ, നമുക്ക് കിട്ടേണ്ട ദൈവകോപം യേശു അങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ കടക്കാരനായല്ല, മറിച്ച് അവിടുത്തെ നീതി ധരിച്ച മകനായി, മകളായി ധൈര്യത്തോടെ നിൽക്കാം. ശരിക്കും ഇത് നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റേണ്ട ഒരു സത്യമാണ്. പലപ്പോഴും നമ്മൾ പഴയ കുറ്റബോധങ്ങളിലും ലജ്ജയിലുമൊക്കെ കുടുങ്ങിക്കിടക്കും. ശരിയാണ്. പക്ഷേ പൗലോസ് പറയുകയാണ്, അതൊക്കെ കഴിഞ്ഞു. ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങൾ ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പഴയ വീഴ്ചകളല്ല, മറിച്ച് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലായ്മ തോന്നുമ്പോൾ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് സാത്താൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, റോമക്കാർ 8:1 നിങ്ങളുടെ കവചമാണ്. എന്താ പറയാ, അതൊരു ഉരുക്കുകോട്ടയാണ്. ശിക്ഷാവിധിയില്ല. അതെ, നമ്മളിലുള്ള ആത്മാവ് നമ്മളെ ബന്ധിച്ചിരുന്ന പാപത്തേക്കാൾ എത്രയോ ശക്തനാണ്. ഇത് സുവിശേഷത്തിന്റെ ശക്തിയാണ്. ഇതൊരു വെറും തോന്നലല്ല, നിത്യമായ യാഥാർത്ഥ്യമാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കണം. സംശയങ്ങളും ഭയങ്ങളും വരുമ്പോൾ ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ ചെയ്തതുകൊണ്ടല്ല, യേശു ചെയ്തതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്രരായത്. ഈയൊരു വലിയ സത്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും. സ്വർഗീയ പിതാവേ, റോമാക്കാർ 8-ലെ ഈ വലിയ സത്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്കൊരു ശിക്ഷാവിധിയുമില്ലെന്നങ്ങ് പ്രഖ്യാപിച്ചല്ലോ. ആ കരുണയോർക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണ്. അതെ പിതാവേ, ഞങ്ങൾ പലപ്പോഴും ചുമക്കുന്ന ഭാരങ്ങൾ, പശ്ചാത്താപം, ലജ്ജ, അയോഗ്യതയുടെ തോന്നലുകൾ, അതെല്ലാം യേശു കുരിശിൽ വഹിച്ചു എന്ന് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങയുടെ കാൽക്കൽ വയ്ക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളെയും അങ്ങ് നിശബ്ദമാക്കിയതിനു നന്ദി. അങ്ങയുടെ നീതി ഞങ്ങളെ ധരിപ്പിച്ചതിനും ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളെന്ന് വിളിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിലുള്ള ജീവനാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ശക്തിയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ചിന്തകളെ പുതുക്കണമേ. ഞങ്ങളുടെ വഴികളെ നേരെയാക്കണമേ. ബന്ധനത്തിൽ കഴിയുന്നിടത്ത് ആ ചങ്ങലകൾ അങ്ങ് തകർക്കണമേ. ബലഹീനരായിരിക്കുന്നിടത്ത് അങ്ങ് ഞങ്ങളുടെ ശക്തിയാകണമേ. ഭയത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ അടിമകളായിട്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി അങ്ങയുടെ സ്നേഹത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ പക്കൽ സമർപ്പിക്കുന്നു. ആരെങ്കിലും ശിക്ഷാവിധിയുടെ ഭാരത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിൽ സ്വതന്ത്രരാണെന്ന സത്യം അവർക്കിന്ന് വെളിപ്പെട്ട് കിട്ടട്ടെ. സംശയങ്ങളുമായി മല്ലിടുന്നവരോട് അങ്ങയുടെ സ്നേഹം മന്ത്രിക്കണമേ. തളർന്നിരിക്കുന്നവർക്ക് അങ്ങയുടെ വിശ്രമം നൽകണമേ. സമാധാനവും പ്രത്യാശയും ശക്തിയും അവരിലേക്ക് ഒഴുകട്ടെ.
അങ്ങയുടെ സാന്നിധ്യം അവർ അറിയട്ടെ. കൃപ അവരെ പൊതിയട്ടെ. സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ധൈര്യത്തോടെ നടക്കുവാൻ അവർക്കിടയാകട്ടെ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നായി ബന്ധിക്കണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. അപ്പോ ഈ സത്യം നമ്മളെ ഓരോ ദിവസവും നടത്തട്ടെ. ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. അതെ, ജീവന്റെ ആത്മാവ് നിങ്ങളെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് എന്നേക്കുമായി സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. കുറ്റബോധമോ ലജ്ജയോ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ അനുവദിക്കരുത്. ദൈവകൃപയുടെ ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളിലെ ശിക്ഷാവിധിയുടെ ഭാരം നീക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വ്യക്തിത്വം മുറുകെ പിടിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആത്മാവ് നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവിടുന്ന് നിങ്ങളോടൊപ്പമുണ്ടെന്നറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ റോമാക്കാർ 8:1-2 എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. ശിക്ഷാവിധിയില്ലെന്ന ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തെ എങ്ങനെ പുതുക്കി? അതെ, അവിടുത്തെ ആത്മാവ് കുറ്റബോധത്തിന്റെയോ ഭയത്തിന്റെയോ ചങ്ങലകൾ തകർത്ത അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം ദൈവത്തിനായി ജീവിക്കാൻ നിങ്ങളെ എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptures@gmail.com എന്നാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ആ ഉറപ്പുള്ള സ്വാതന്ത്ര്യത്തിൽ നടക്കുക. നിങ്ങളുടെ ഹൃദയം ക്രിസ്തു ചെയ്ത ആ പൂർത്തിയായ പ്രവൃത്തിയിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും യേശുവിൽ തന്നെ ആയിരിക്കട്ടെ. അതെ, അവിടുന്നാണ് നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, നിങ്ങളുടെ ശക്തി, നിങ്ങളെ സ്വതന്ത്രനാക്കിയവൻ. അപ്പോ ശ്രദ്ധയോടെ ഇരിക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം.